ഒരു മനുഷ്യനിക്കും വാഹനങ്ങളുമായോ കാൽനടയായോ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഗതാഗത കുരുക്ക് മൂലം വീർപ്പുമുട്ടുകയാണ്. ഈ ബൈപ്പാസ് വന്നാൽ ഒരു പരിധിവരെ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്ലോക്ക് കാരണം ബ്ലോക്ക് എന്ന് വെച്ചാൽ ആശുപത്രിപ്പടി ചിലപ്പോൾ മറ്റേ നമ്മുടെ പമ്പ് അവിടെയില്ലേ, ആ പമ്പ് വരെയും കിടക്കണം ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചിട്ടാണ് കാരണം. ഒരു പട്ടണം രൂക്ഷമായ ഗതാഗത കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ അതിന് പരിഹാരമായി വരേണ്ടിരുന്ന ബദൽ മാർഗമായ ബൈപ്പാസ് രാഷ്ട്രീയ വടംവലി കൊണ്ടോ മറ്റോ കാരണത്താൽ മുടങ്ങിക്കിടക്കുന്നു. ചതുപ്പ് നിലത്ത് വെറും മണ്ണിട്ട് പൊക്കി റോഡ് നിർമ്മിച്ചാൽ അത് റോഡാകില്ല എന്ന് അറിയാത്തവർ ആരാണ്? എന്നിട്ടും എന്തിനായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി ആരംഭിച്ചത്? ആർക്കു വേണ്ടിയായിരുന്നു? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു? ഈ പറയുന്നത് മറ്റെവിടെയുമല്ല, പെരുമ്പാവൂർ ബൈപ്പാസിന്റെ കാര്യമാണ്. എന്തുതന്നെയായാലും ബൈപ്പാസ് നിർമ്മാണം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നാണ് നഗരസഭാ ചെയർമാൻ അടക്കം പറയുന്നത്. ഏത് രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ അറിയിപ്പ് നമുക്ക് ലഭിക്കും. അപ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഏത് രീതിയിലാണ് പരിഹരിക്കേണ്ടതെന്നും അങ്ങനെ പരിഹരിക്കുമ്പോൾ എത്ര രൂപ അഡീഷണൽ ആയി ചെലവഴിക്കും എന്നുള്ളത് അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. അതായത് അവിടെ നോ എൻട്രി, അതായത് MLA ഈ ഭരണകാലത്തെങ്കിലും ഈ ടൈമിലെങ്കിലും അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് MLA അല്ലെങ്കിൽ ഈ നഗരസഭ അങ്ങനെ രീതിയിൽ തോന്നുന്നു. തീർച്ചയായും അത് കൊടുക്കേണ്ടതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെരുമ്പാവൂർ ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കാലങ്ങളായിട്ട് ബൈപ്പാസിന് അനുവദിക്കുന്ന ഫണ്ടുകൾ പല കാരണം കൊണ്ട് വകുപ്പ് വക മാറ്റി ചെലവഴിക്കാറ് ചെയ്യാറ്. പക്ഷേ ബഹുമാനപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി MLA അത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുകയും ബൈപ്പാസ് വരണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടത് അവിടെ ഫസ്റ്റ് നിർമ്മാണ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അവിടെ മണ്ണടിച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു വലിയ ജോലി ഉണ്ടായിരുന്നു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ എതിർപ്പുമായി വന്നത് പല CPMന്റെ ഇടപെടലുകൾ അതിലുണ്ടായി എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം മണ്ണ് വന്നപ്പോൾ പല സമയത്തും തടസ്സം നിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. പിന്നീട് അത് വലിയ ഇടപെടൽ നടത്തിയതിന് ഫലമായാണ് MLA നടത്തിയതിന് ഫലമായാണ് വീണ്ടും മണ്ണ് അടിക്കാൻ സാധിച്ചത്. നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കലിന്റെ വാക്കുകളാണിത്. പെരുമ്പാവൂർ ജനതയുടെ ചിരകാല അഭിലാഷമാണ് പെരുമ്പാവൂർ ബൈപ്പാസ്. നഗരത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ട്രാഫിക് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകണമെന്ന ബൈപ്പാസ് റോഡ് സംസ്ഥാന സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം വകമാറ്റി ചിലവഴിക്കുന്ന അവസ്ഥയായി. എൽദോസ് കുന്നപ്പള്ളി MLAയുടെ ശ്രമഫലമായാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നതും പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചതും. പെരുമ്പാവൂർ ബൈപ്പാസ് നിലവിൽ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ നിലവിൽ എടുത്ത ഡിസൈൻ അവർ ചെയ്ത സർക്കാർ നാറ്റ്പാർക്ക് ചെയ്ത ഡിസൈനിൽ പിഴവുകളുണ്ടെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. നിലവിലുള്ള മണ്ണ് എർത്ത് ഫില്ല് 90% പൂർത്തീകരിച്ചു. പക്ഷേ ഇനി അഡീഷണൽ എർത്ത് വർക്ക് വേണം എന്ന് പറയുന്നു. കൂടാതെ അതിൻ്റെ അടിയിൽ കല്ല് പാകിയതിന് ശേഷം ഗാബിയൻ മാള് പണിയണം. അപ്പോൾ അത് ഈ 2 പദ്ധതിക്ക് വേണ്ടി 4.5 കോടി രൂപയും അഡീഷണൽ വരും. അപ്പോൾ അഡീഷണൽ ഉള്ള തുക നൽകുവാൻ വേണ്ടി കിഫ്ബിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കിഫ്ബി ഇത് പരിശോധിക്കാൻ വേണ്ടി പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നടത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന മനഃപൂർവ്വമായ പിഴവായി മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. പാടശേഖരങ്ങളിലെ ബലക്ഷയമുള്ള കളിമണ്ണിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെ പോലും അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ അപാകത പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. അന്ന് ചെവിക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇന്ന് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നതും. ഒരു മനുഷ്യനിക്കും വാഹനങ്ങളുമായോ കാൽനടയായോ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഗതാഗത കുരുക്ക് മൂലം വീർപ്പുമുട്ടുകയാണ്. ഈ ബൈപ്പാസ് വന്നാൽ ഒരു പരിധിവരെ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ബൈപ്പാസിലും വലിയൊരു ഇത് പെരുമ്പാവൂർ പട്ടണത്തിൽ വേണ്ടത് ഫ്ലൈ ഓവർ എന്ന പെരുമ്പാവൂർക്കാരുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കേണ്ടത്. അതിന് ഈ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനും ബൈപ്പാസിൻ്റെ നിർമ്മാണം വീണ്ടും പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടും ഇതിന് നേതൃത്വം നൽകുന്ന
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ വെളുപ്പിന് 6 മണിക്ക് കഴിഞ്ഞിട്ട് 5 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന സംഭവം അത് വൈകിട്ട് തീരുമ്പോൾ ഒരു 9 രൂപ ആവും. ഈ 9 രൂപയിൽ 6 ജാലി വണ്ടി ഓടുന്നുണ്ട് ഈ വീക്കടെ ഈ കോതാലം പെരുമ്പാവൂർ തന്നെ. ഇത് നമ്മൾ എപ്പോൾ വന്നാലും ബ്ലോക്കാണ്. നമുക്ക് സമയമുണ്ട്. നമുക്ക് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല 10 മിനിറ്റ് കിട്ടുള്ളൂ ചോറിനാൻ വേണ്ടി. ചോറിനിട്ട് വന്നിട്ട് 10 മിനിറ്റ് ആയുള്ളൂ. ഇപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ചോറിനാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ സമയം കിട്ടണേ. ഇതിപ്പോൾ ബ്ലോക്ക് കാരണം ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിപ്പടി ചിലപ്പോൾ മറ്റേ നമ്മുടെ പമ്പ് അവിടെ ഇല്ലേ, ആ പമ്പ് വരെയും കിടക്കണം ബ്ലോക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചിട്ടാണ് കാരണം. ശാശ്വത പരിഹാരം ഉണ്ടാവണം എത്രയും പെട്ടെന്ന്. എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കുത്തി കയറ്റിക്കൊണ്ട് ചെല്ലും. അപ്പോൾ തന്നെ അടുത്തവൻ മന്ന എഴുതിര മന്ന വട്ടം കയറ്റി വെച്ചു, തെറിവിളിയായി, തന്തയ്ക്ക് വിളിയായി, അമ്മയ്ക്ക് വിളിയായി. ഇതൊക്കെ ഇത് ബ്ലോക്കില്ലെങ്കിൽ നമ്മളിതൊന്നും വേണ്ട, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ കടന്നു പോകും. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്രയും പെട്ടെന്ന് തുറന്നു തരുവാണെങ്കിൽ അത്രയും. പിന്നെ വഴിയില്ല, വഴി ഒന്ന് അതൊക്കെ ഒന്ന് ടാറൊക്കെ ചെയ്ത് ഈ ആവശ്യത തൊട്ട് താഴേക്ക് പോയി നോക്കി. റോഡ് ബലപ്പെടുത്തി നിർമ്മാണം പുനരാരംഭിക്കാൻ ഇനി കോടികൾ അധിക ചെലവ് വരും. ഇതിലൂടെ കരാറുകാർക്ക് കൂടുതൽ ലാഭം ഉറപ്പാക്കാനാണ് ലക്ഷ്യമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കോടികളുടെ നഷ്ടം വരുത്തി വയ്ക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ തുക സർക്കാർ ഈടാക്കുക തന്നെ വേണം. തുടക്കം മുതൽ തന്നെ പദ്ധതി നീട്ടിക്കൊണ്ടു പോകുവാനുള്ള ശ്രമങ്ങൾ CPM നേതൃത്വത്തിൽ നടന്നുവരുന്നതായും ആരോപണമുണ്ട്. ബൈപ്പാസ് നിർമ്മാണത്തിനായി മണ്ണടിക്കുന്നത് CPM നേതാക്കന്മാർ ഇടപെട്ട് തടഞ്ഞിരുന്നു എന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത്. അപാകതകൾ പരിഹരിച്ച് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം ഉടൻ തന്നെ പുനരാരംഭിച്ചില്ലെങ്കിൽ നഗരസഭയിലെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പറയുന്നു. ന്യൂസ് 99 എറണാകുളം.